പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 8ാം ക്ലാസ് ബേസിക് സയൻസിലെ 17ാമത്തെ പാഠഭാഗമായിട്ടുള്ള ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ് അഥവാ ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും എന്ന് പറയുന്ന ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോളിമർ എന്താണെന്ന് പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ പോളിമർ തന്നെ ഡിഫറെൻറ്റ് ഭൗതിക ഗുണങ്ങൾ അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നതുകൊണ്ട് തന്നെ അവർ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ആളാണ് ആര് മക്കളെ? ഫൈബർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഈ ഫൈബറിനെ തന്നെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം കേട്ടോ. ഒന്ന് നാച്ചുറൽ ഫൈബർ ഉണ്ട്, അടുത്തത് മാൻ മെയ്ഡ് ഓർ സിന്തറ്റിക് ഫൈബേഴ്സ്. അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് പ്രകൃതിയാലെ ഉണ്ടാക്കിയിരിക്കുന്ന ഫൈബറുകളുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് പ്രകൃതിയാൽ ഉണ്ടാക്കിയിരിക്കുന്ന ഫൈബേഴ്സ് എന്ന് നോക്കാം. മക്കൾ ഈ ഒരു പൂവ് അല്ലെങ്കിൽ ഈ ഒരു ചെടി എവിടെയും കണ്ടിട്ടുണ്ടോ? നമ്മുടെ പരുത്തി അല്ലെങ്കിൽ കോട്ടൻ്റെ കൃഷിയാണ് കേട്ടോ ഇത്. ഇതിൽ നിന്നാണ് നമ്മൾ കോട്ടൺ അതുപോലെ ആ ഒരു മെറ്റീരിയൽ ഉണ്ടാക്കുന്നത്, പരുത്തി ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നാച്ചുറൽ ഫൈബേഴ്സ് യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നല്ല കാര്യങ്ങളാണ്. കാരണം പ്രകൃതിയാലെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാംഫുൾ ആയിരിക്കില്ല അല്ലേ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമുക്കതിന് ലഭ്യത വളരെ കുറവായിരിക്കും. നമുക്ക് ആവശ്യം വളരെ കൂടുതലും ലഭ്യത കുറവും ആകുമ്പോഴാണ് നമ്മൾ പുതിയൊരാളിലേക്ക് നമ്മൾ നോക്കുക അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് നാച്ചുറൽ ഫൈബേഴ്സിൻ്റെ കേസിലും ലഭ്യത കുറവായതുകൊണ്ട് തന്നെ നമുക്കതിന് എമൗണ്ടും വളരെ കൂടുതലാണ്, നമ്മൾ കൊടുക്കേണ്ട കാശ് വളരെ കൂടുതലാണ്. സോ തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്നും വേറെ എന്തെങ്കിലും അതല്ലാത്ത ആൾട്ടർനേറ്റീവ് ഉണ്ടോ അല്ലെങ്കിൽ അതല്ലാത്ത വേറൊരാളുണ്ടോ എന്ന് നമ്മൾ നോക്കും അല്ലേ. അതുകൊണ്ടാണ് നാച്ചുറൽ ഫൈബേഴ്സ് മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാൻമെയ്ഡ് ഫൈബേഴ്സിലോട്ടും ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ലഭ്യത കുറവായതുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ നോക്കും മക്കൾ, ഒരുപാട് ജൂട്ട്, ചണ, അതുപോലെ തന്നെ നമുക്ക് പൈനാപ്പിൾ ഉണ്ടത്, അതുപോലെ ബനാന, അതിൽ നിന്നൊക്കെ ഫൈബേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവരുടെ മെറിറ്റ്സ് ഡീമെറിറ്റ്സ് ഒക്കെ നോക്കാട്ടെ. എത്രയും നല്ല സാധനമാണെങ്കിൽ പോലും അതിനും ഉണ്ടാകും ഡീമെറിറ്റ്സ്, ദോഷങ്ങളുണ്ടാകും, അതുപോലെ നല്ല വശങ്ങളും ഉണ്ടാകും. നല്ല വശം എന്ന് പറഞ്ഞാൽ കോട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വേനൽ സമയത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംഫർട്ടബിൾ ടു വിയർ, നമുക്ക് ധരിക്കാൻ ഭയങ്കര സുഖമാണ് അല്ലേ. നമുക്ക് വേനൽ സമയങ്ങളിലൊക്കെ കോട്ടൺ തുണികൾ ധരിക്കാൻ ഭയങ്കര സുഖമാണ്. അതുപോലെ തന്നെ പ്രകൃതിയാലുള്ളതായതുകൊണ്ട് തന്നെ വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ എന്താണ്, നല്ല എയറേഷൻ, വായു സഞ്ചാരമൊക്കെ ഉണ്ടാക്കും അല്ലേ. കോട്ടൺ ഡ്രസ്സുകൾക്കുള്ള പ്രത്യേകതയാണത്. അതുപോലെ നമുക്കത് റിന്യൂവബിൾ ആണ്, ദെൻ ഡ്യൂറബിൾ, ഒരുപാട് കാലം നിലനിൽക്കും, കേട് കൂടാതെ നല്ല പോലെ നിലനിൽക്കും എന്നുള്ളതാണ്. കാരണം അങ്ങനെയുള്ള സൈഡ് എഫക്ട്സ് ഒന്നും വരാൻ ചാൻസ് ഇല്ല, കാരണം അത്രയും പ്രകൃതിയാലെ ഉണ്ടാക്കിയിരിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള ആളായിരിക്കുമല്ലോ. ഇനി ഇതിന് ഡിമെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലഭ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ചുളിവുകളൊക്കെ വരും, ചുളിവുകൾ, അതുപോലെ ഷ്രിങ്കിങ് ഒക്കെ വന്നിട്ട് പെട്ടെന്ന് അങ്ങനെയുള്ള ഒരു സ്റ്റേജിലോട്ട് പോകും. നമ്മൾ കോട്ടൺ തുണികൾ മേടിച്ച് നമ്മൾ അലക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ലെങ്ത്ത് കുറയും എന്നൊക്കെ പറയാറില്ലേ മക്കളെ. അതാണ് കേട്ടോ, വലുപ്പം കുറയാറുണ്ട് അല്ലെങ്കിൽ വീതി പോകും എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അതൊക്കെ ഈ ഒരു കാരണം കൊണ്ടാണ്. ഷ്രിങ്കിങ് നന്നായിട്ട് അതങ്ങ് കോൺട്രാക്ട് ചെയ്യുക, അടുത്ത് നിൽക്കും, ഷ്രിങ്ക് ചെയ്യും, അതായത് എന്താണ്, ചുളുങ്ങിപ്പോകും. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ അത് കോട്ടൺ, പരുത്തി എന്നൊക്കെ പറഞ്ഞാൽ ഒരു കൃഷിയാണല്ലേ, കൾട്ടിവബിൾ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മെറ്റീരിയലുമായിട്ട് നമ്മുടെ ഇൻസെക്ട്സിനൊക്കെ നല്ല പരിചയം ഉണ്ടാകും. സോ അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാണ്ടിരുന്ന ഈ തുളസിപ്പുഴു പോലുള്ള പൂപ്പലൊക്കെ വന്നിട്ട് പുഴുക്കളും പൂപ്പലും കാരണം നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചില ചെടികൾ ചില ആളുകൾക്ക് അലർജി ഉണ്ടാക്കുമല്ലോ. അതുപോലെ തന്നെ ഈ ഒരു ചെടി കാരണം അലർജി ഉള്ളവരുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് അതിന് കെയർ ചെയ്യണം. കോട്ടൺ ഡ്രസ്സുകളൊക്കെ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും കൊണ്ടിടാൻ പറ്റില്ല, നല്ലപോലെ കെയർ ചെയ്ത് കൊണ്ട് നടക്കണം. അത് ഏത് ഡ്രസ്സാണെങ്കിലും കൊണ്ട് നടക്കണം, എങ്കിലും കോട്ടൺ കുറച്ചും കൂടെ നമ്മൾ പ്രിഫർ ചെയ്യണം അത് നന്നാക്കി കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ ഒരു നാച്ചുറൽ ഫൈബേഴ്സ് അല്ലെങ്കിൽ പ്രകൃതിയാലുള്ള ഫൈബറുകളിൽ നിന്ന് നമ്മൾ മാറിയത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ഡെമെറിറ്റ്സ് ഒക്കെ നോക്കിയിട്ട് ഇതൊക്കെ മാറ്റിയിട്ടുള്ള ഒരു പുതിയ ആളെ നമ്മൾ നിർമ്മിക്കുകയാണ്. അതാണ് സിന്തറ്റിക് ഫൈബർ അല്ലെങ്കിൽ മാൻമെയ്ഡ് ഫൈബർ എന്ന് പറയുന്നത്. പ്രത്യേകമായിട്ടും നൈലോൺ മെറ്റീരിയൽ, അങ്ങനെയുള്ള മെറ്റീരിയലൊക്കെയാണ് നമ്മൾ ഈ ഒരു സിന്തറ്റിക് ഫൈബേഴ്സ് അല്ലെങ്കിൽ മാൻമെയ്ഡ് ഫൈബറുകളായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവരുടെയൊക്കെ മെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞ കോട്ടൺ ഡ്രസ്സുകളുടെ ഡീമെറിറ്റ് ആയിരിക്കും. ഓക്കെ, കോട്ടൺ അല്ലെങ്കിൽ നാച്ചുറൽ ഫൈബേഴ്സ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വസ്ത്രങ്ങളുടെ ഡീമെറിറ്റ്സ് ആയിരിക്കും ഇവരുടെ മെറിറ്റ്, നല്ല ഗുണങ്ങൾ എന്ന് പറയുന്നത്. നോക്കാം നമുക്ക് അവരുടെ പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ഫൈബേഴ്സ് അല്ലെങ്കിൽ പ്രകൃതിയാൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ഫൈബറുകളെ സംബന്ധിച്ച് ചീപ്പറാണ്, വിലക്കുറവാണ്. പിന്നെ അതുപോലെ ഒരുപാട് കാലം നിലനിൽക്കും,
പിന്നെ ചുളിവുകൾ വളരെ കുറവായിരിക്കും. നിങ്ങൾക്കറിയായിരിക്കും നൈലോൺ മെറ്റീരിയലുകളൊക്കെ നമ്മൾ അങ്ങനെ അയോൺ ചെയ്ത് ഭയങ്കര പെർഫെക്റ്റായിട്ട് കൊണ്ട് നടക്കണമെന്നൊന്നുമില്ല. അത്രയും പെട്ടെന്ന് ചുളിവുകൾ വരാത്തൊരു മെറ്റീരിയൽ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളെ മഴക്കാലങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. നനവ് വന്നാൽ ഉടനെ ഉണങ്ങാൻ ഭയങ്കര സുഖമായിരിക്കും. ഒക്കെയാണല്ലോ. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ സിന്തറ്റിക് ഫൈബേഴ്സ് ചൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കോട്ടണിൽ മെറിറ്റ്സ് പറഞ്ഞല്ലോ മക്കളെ. നല്ല വായു സഞ്ചാരം ഉണ്ടാകും, കംഫർട്ടബിൾ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ വളരെ കുറവായിരിക്കും. പിന്നെ ചൂട് കാലങ്ങളിൽ ധരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു നാച്ചുറൽ ഫൈബേഴ്സ്, അതായത് പ്രകൃതിയാലുള്ള ഫൈബറുകളും അതുപോലെ തന്നെ സിന്തറ്റിക് ഫൈബേഴ്സ്, അതായത് നമ്മുടെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള മാൻ മെയ്ഡ് ഫൈബേഴ്സുകൾ എന്ത് ചെയ്യും, നമ്മൾ പരസ്പരം മിക്സ് ചെയ്യും. നല്ല പ്രോപ്പർട്ടീസ് കിട്ടാൻ വേണ്ടിയിട്ട് 2 പേരെയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരാളെ ഉണ്ടാക്കും. അയാൾക്ക് എന്തുണ്ടാകും, 2 ആളുകളുടെയും പ്രോപ്പർട്ടികളുണ്ടാകും, ഉപകാരങ്ങളുണ്ടാകും. സോ നമുക്ക് ആ ഒരു ബാലൻസിങ് ആയിരിക്കും. എന്ന് വെച്ചാൽ കോട്ടൻ്റെ ചെറിയ ഗുണങ്ങളും ഉണ്ടാകും, ഇതിൻ്റെ ഗുണങ്ങളും ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആ ഒരു ചൂടുകാലത്ത് വിയർ ചെയ്യാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ തോന്നുകയും ചെയ്യും. മഴക്കാലങ്ങളിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടാനുള്ള ഒരു ചാൻസും ഉണ്ടാകും. ഒക്കെയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവരുടെ ബ്ലെൻഡിങ് ആണ് യൂസ് ചെയ്യുക. 2 പേരെയും കൂടെ മിക്സ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യും. ഒക്കെയാണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫൈബറിൻ്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പുകളിൽ ചോദിക്കൂ. ഓക്കെ, താങ്ക് യു.